ഇന്നലകൾ ഇന്ന് ബ്രോട്ട് യു ഇൻ അസോസിയേഷൻ വിത്ത് SK ഹോസ്പിറ്റൽ. ഇന്ന് ഭാരതത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ 200 വർഷത്തെ കിരാതഭരണത്തിൽ നിന്ന് ഭാരതം മുക്തമായ ദിനം. ഭാരതം ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ച ദിനം. അനേകായിരം ധീരദേശാഭിമാനികളുടെ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ രക്തവും ജീവനും നൽകി നേടിയ സ്വാതന്ത്ര്യം. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാതന്ത്ര്യത്തിനായി ഭാരതം പോരാടിയത് അഹിംസയിലൂടെയും ശക്തമായ സമരമാർഗങ്ങളിലൂടെയുമാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഹിംസാ സമരവും മറ്റ് ദേശീയ നേതാക്കളായ ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, വീർ സവർക്കർ, ജവഹർലാൽ നെഹ്റു തുടങ്ങിയവരും രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, സുഭാഷ് ചന്ദ്രബോസ്, ചന്ദ്രശേഖർ ആസാദ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ധീരദേശാഭിമാനികളുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള സമര പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം നേടിയ ഭാരതം പിന്നീട് പതിയെ പതിയെ വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി പിന്നിട്ടു. കാർഷിക, വ്യാവസായിക, വാണിജ്യ രംഗങ്ങളിൽ മാത്രമല്ല, ശാസ്ത്രരംഗത്തും ഇന്ത്യ ഇന്ന് മറ്റ് ലോകരാജ്യങ്ങൾക്കൊപ്പം വളർന്നു കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഇന്ന് ലോകത്തെ 4ാം സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. സാമ്പത്തിക മേഖലയിലും ശാസ്ത്രമേഖലയിലും ബഹിരാകാശ രംഗത്തുമെല്ലാം അസൂയാവഹമായ നേട്ടവുമായി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സൈനിക ശക്തി ഇന്ന് മറ്റ് ലോകരാജ്യങ്ങളെ വെല്ലുന്ന തരത്തിൽ വളർന്നു കഴിഞ്ഞു. 80ാം സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ ഓർത്ത് അഭിമാനിക്കാം. സ്വാതന്ത്ര്യ സമരത്തിനിടയിൽ ജീവൻ ത്യജിക്കേണ്ടി വന്ന ധീരദേശാഭിമാനികൾക്ക് ജനം ടിവിയുടെ ശതകോടി പ്രണാമം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീരദേശാഭിമാനികളെ സ്മരിക്കാം. ഇന്നലകൾ ഇന്ന് ബ്രോട്ട് യു ഇൻ അസോസിയേഷൻ വിത്ത് SK ഹോസ്പിറ്റൽ.